നൈജീരിയയിലെ ഇക്യോറുള്ള കത്തോലിക്ക ദേവാലയത്തിനു നേരെ രാജ്യത്തെ സൈനികർ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് വുക്കാരി രൂപത. സംഭവത്തിൽ ഇടവക വികാരിയായ ഫാദർ ബെർണാഡ് ഉനയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ദേവാലയത്തിലെ ശുശ്രൂഷയായ കോർണലിയസ് ടെർഹമൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായും രൂപതയുടെ പ്രസ്താവനയിൽ പറയുന്നു. നൈജീരിയയിലെ ബെനു സ്റ്റേറ്റിലെ മകുർദിയിൽ നിന്നുള്ളവരെന്ന് സംശയിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർ വൈദികനെയും ദേവാലയ ശുശ്രൂഷയെയും മർദ്ദിക്കുകയായിരുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. വികസനം, നീതി, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നിലപാടുമായി നിരന്തരം രൂപത സഹകരിച്ചിട്ടും ദേവാലയത്തിൽ നടന്ന ഈ ആക്രമണത്തെ വളരെ ഞെട്ടലോടെയാണ് രൂപത നോക്കിക്കാണുന്നതെന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഈ ക്രൂരകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും സൈനിക മേധാവിയോട് രൂപത ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം സൈനികർ പിടിച്ചെടുത്ത ഫാദർ ബെർണാഡിൻ്റെ ഫോൺ ഉടൻ തന്നെ തിരികെ നൽകണമെന്നും ആക്രമണത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട കോർണിലിയോസ് ടെർഹമിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും രൂപത ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.